അങ്ങയുടെ മൊഴിയിൽ നിന്നൊഴുകും തിരുവചനം ഒരു മനമായി കേൾക്കാം, ഒരുമയോടെ പാടാം, അനുഗ്രഹമായി തീർക്കാം ഈ സുദിനം നമ്മിൽ വചനത്തിൻ കൃപയോടെ മുന്നേറിയിടാം. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 21 അധ്യായം 12 തിരുവാക്യം. യേശു പറഞ്ഞു, വന്ന് പ്രാതൽ കഴിക്കുവിൻ. ശിഷ്യന്മാരിലാരും അവനോട് നീ ആരാണ് എന്ന് ചോദിക്കാൻ മുതിർന്നില്ല. അത് കർത്താവാണെന്ന് അവർ അറിഞ്ഞിരുന്നു. കാരുണ്യവാനും സ്നേഹനിധിയുമായ ഞങ്ങളുടെ നല്ല ദൈവമേ, ഇന്നേ ദിവസം തിരുസഭയിൽ വിശുദ്ധ ജോൺ പോൾ II മാർപ്പാപ്പയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ തിരുവചനത്തിൽ അങ്ങ് ഞങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുവല്ലോ. ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാതലൊരുക്കി കാത്തിരിക്കുന്ന അങ്ങയുടെ വലിയ സ്നേഹം. ദൈവമേ, അങ്ങയുടെ സ്നേഹം തിരിച്ചറിഞ്ഞുകൊണ്ട് അത് കർത്താവാണെന്ന് അവരറിഞ്ഞിരുന്നു എന്ന് തിരുവചനത്തിൽ ഞങ്ങൾ കാണുന്നു. ദൈവമേ, എൻ്റെ ജീവിതത്തിൽ ചെറുതും വലുതുമായ ഓരോ സംഭവങ്ങളിലൂടെയും അങ്ങയുടെ സാന്നിധ്യവും ഇടപെടലും തിരിച്ചറിഞ്ഞുകൊണ്ട് അതെല്ലാം അങ്ങാണ് ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കുവാൻ, അങ്ങയോട് കൂടുതൽ ഒട്ടിച്ചേർന്ന് ജീവിക്കുവാൻ വിശുദ്ധ ജോൺ പോൾ II മാർപ്പാപ്പയെ പോലെ എന്നേക്കുമായി അങ്ങേക്കായി എന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച് ദൈവീക ഇടപെടലുകൾ എൻ്റെ ഓരോ ശ്വാസോച്ഛ്വാസത്തിലും തിരിച്ചറിഞ്ഞ് ജീവിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നീതിമാനായ മാർ യൗസേപ്പിന്റെയും മാധ്യസ്ഥവും സകല മാലാഖമാരുടെയും സകല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വചനത്തിൻ കൃപയോടെ മുന്നേറി